ഹായ് ഡിയേഴ്സ്, ഹലോ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്, ചെറിയൊരു ട്രിപ്പ്. ഇവിടെ ഒരു മുസ്ഫുർ സിൻഖോൾ എന്നുകൊണ്ട് ചെറിയൊരു ഗുഹ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് നമുക്ക് ഒരു അവസരം എത്തുന്നത്. അപ്പം ഇന്ന് പോയി കാണാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പം നമ്മൾ ആ യാത്രയുടെ ഒരു തുടക്കത്തിലാണ്. അപ്പോൾ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങളെയും നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മൾ ഈ കേവിലേക്കുള്ള യാത്ര പോകേണ്ട വഴി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൽവാർ റോഡ് വഴിയാണ്. അപ്പം സൽവാർ റോഡിലൂടെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് നമ്പർ ഞങ്ങൾ അവിടെ എത്തുമ്പം പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ യാത്ര തിരിക്കുന്ന സമയം ഏകദേശം രാവിലെ 4 മണി. നമ്മളൊരു വെളുപ്പിൻ്റെ സമയത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ റോഡ് ഫ്രീ ആണ്, നമുക്ക് നന്നായിട്ട് ഓടിച്ചു പോകാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും. നമ്മുടെ യാത്ര അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമൽജിയുടെ അങ്ങ് ഫാസ്റ്റ് ഡ്രൈവിംഗ് ആണ്. എക്സിറ്റ് 37 സൽവാർ റോഡിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ട് എക്സിറ്റ് 37 നമ്മൾ റൈറ്റ് തിരിഞ്ഞു പോണേ. ഗ്രീൻ ഐബിൻ ഷുവൈറും ഗുവലീന. നമ്മളിപ്പോൾ സൽവാർ റോഡിൽ നിന്ന് 37 എക്സിറ്റ് എടുത്തതിന് ശേഷമാണ് വരുന്നത്. 37 എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 കർവ്സ്, ഒരു ചെറിയ 2-3 വളവുകൾ കഴിഞ്ഞാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളും ഒഴിഞ്ഞു കിടക്കുകയാണ്, മറ്റൊന്നുമില്ല. ഒരു വളരെ എംപ്റ്റി സ്പേസ് ആണ് 2 സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിനി ഒരു 4 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേവിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. കേവിൽ കാണാം. വിജനമായ ഏരിയയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമൽജി കഷ്ടപ്പെട്ട് ഓട്ടിച്ചോണ്ടിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ വഴി കറക്റ്റ് തന്നെയാണോ നമ്മളൊരു ഡൗട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും അല്ലേ വിമൽജി? ഈ ഞങ്ങള് യാത്ര തുടങ്ങി വന്നപ്പോൾ വിചാരിച്ചെന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇതേ സ്ഥലത്ത് പോകാൻ വേറെ ആരെങ്കിലും ഒക്കെ കാണുമെന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി കറക്റ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഞങ്ങൾ നിങ്ങളെ ഗുഹ കാണിക്കും. ഇപ്പോൾ കാർ ഇവിടെ പാർക്ക് ചെയ്ത് ഇപ്പോൾ സമയം ഇവിടെ എത്ര മണിയായി വിമൽജി? നമ്മൾ കറക്റ്റ് 4:40 നമ്മളിവിടെ എത്തി. നാട്ടിലേക്ക് പോലെ ചെറിയ കുരുവികളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്, നല്ല രസമായിട്ട്. അതോടൊപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണോ സ്ഥലം എന്നൊരു സംശയം തോന്നത്തക്ക വിധം ആരുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഖത്തർ ആണെന്ന് തോന്നാത്ത തരത്തിൽ നമ്മളൊരു ഉൾപ്രദേശത്തിൻ്റെ എവിടെയോ എത്തിയ ഒരു ഫീലിംഗ് ആണ് ഇത്. ഈ ഒരു സ്ഥലം ഒരു വലിയൊരു ഫെൻസിങ് വെച്ചിട്ട് ഇതിൻ്റെ നമ്മൾ കയറാൻ പോകുന്ന എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഫെൻസിങ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് നമുക്കൊരിക്കലും തോന്നാത്ത വിധമാണ് കിടക്കുന്നത്. സെക്യൂരിറ്റീസ് ഒന്നുമില്ല. എനിവേ നമുക്കിത് തന്നെയാണോ സ്ഥലമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അകത്ത് പോവാം, കാണാം. ഗുഹയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഈ പിന്നിൽ കാണുന്നതാണ് ഗുഹ എന്നാണ് ഞങ്ങൾ ഇതുവരെ വിചാരിക്കുന്നത്. ഇതൊരു മുൻപോട്ട് പോയാൽ തന്നെ ഇനി മനസ്സിലാവും.
ഇതിനകത്ത് ഒരുപാട് കിളികളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കിളികളുടെ കൂടൊക്കെ. കുരങ്ങ് കണക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കുറേ കൂടി ഗുഹയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്ര ദൂരം ഉള്ളിലോട്ട് കയറി. കെയർഫുൾ. ഇത് നമ്മൾ ഗുഹയുടെ കുറച്ചുകൂടെ ഉള്ളിലോട്ട് വരുമ്പം കാണുന്ന കാഴ്ചയാണ്. അത്രയും ചെറുതായിട്ടാണ്, ചെറിയൊരു ദൂരം പോലെ തന്നെ നമുക്ക് മുകളിലോട്ട് കാണാം. ജീവിതത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു കാഴ്ച കാണുന്നത്, അത് നമ്മുടെ ഖത്തറിൽ. ഞങ്ങൾ വെളുപ്പിലേ വന്നതുകൊണ്ട് കുറച്ചുകൂടി ഇരുട്ടാണ് ഇവിടെ. ദിസ് ഈസ് എൻ്റെ അല്ലേ. ഞങ്ങളിപ്പോൾ കേവിൻ്റെ ഏറ്റവും അറ്റത്തെത്തി. എൻ്റെ അറ്റത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ടില്ല, ഇത് അവസാനമാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയാവും. സൂര്യൻ അധികം വെട്ടം വച്ചിട്ടില്ല. ഏകദേശം നമ്മൾ ആ കേവിൻ്റെ എൻട്രൻസിൽ നിന്നും പ്രോപ്പറായിട്ടുള്ളൊരു കേവ് അല്ല, നമുക്ക് സ്മൂത്തായിട്ട് നടന്നു വരാനും പറ്റില്ല. മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴെ വരെ എത്തുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. പാറകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു വരണം. കുഞ്ഞു പിള്ളേർക്ക് അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്കൊക്കെ വരാൻ പ്രയാസമായിരിക്കും. പക്ഷെ എന്നാലും അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വരാൻ പറ്റും. അവിടുന്ന് ഏകദേശം അതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഈ ഒരു കേവിൻ്റെ എഡ്ജ് വന്നെത്താൻ ഒരു 300 മീറ്ററോളം നടക്കേണ്ടി വരും. അതിങ്ങനെ ഒരു കുത്തനെയുള്ള ഒരു ഭാഗമാണ്. അതിങ്ങനെ പതുക്കെ സൂക്ഷിച്ച് നമുക്ക് നടന്ന് ഇങ്ങ് വരാം. ഇതിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, പാറ കഷ്ണങ്ങളൊന്നുമില്ല. ഇത് കാണുമ്പം 2 രീതി തോന്നും. ഇപ്പം എന്തോ ഒരു എക്സ്പ്ലോഷനൊക്കെ നടന്നതിന് ശേഷം മുകളിൽ നിന്ന് വന്ന് ഇത്രയും പാറ ഇങ്ങനെ ഇടിഞ്ഞ് താഴെ കിടന്നിട്ടൊരു വലിയ ഹോള് രൂപാന്തരപ്പെട്ടതുപോലെ തോന്നും. പിന്നെ ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് പുറത്തു നിന്നും അകത്തോട്ട് നോക്കുന്ന ഒരു കാഴ്ച ഒരു രസമുള്ള ഒന്നാണ്. അതിനേക്കാൾ സുന്ദരമാണ് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് പുറത്തോട്ട് കാണുന്ന കാഴ്ചയും. 2 വ്യത്യസ്തമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളുണ്ട്. ഒരു ഡിഫറെൻറ്റ് ഫീലാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മളിങ്ങനെ അകത്ത് വന്ന് നിൽക്കുമ്പോൾ ബോഡിയൊക്കെ ഒന്ന് വാം ആവുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കേവിൽ നിന്ന് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ കയറുമ്പോൾ ഒരു കുത്തനുള്ള ഒരു കയറ്റാണ്. ഈ അറ്റത്ത് നിന്ന് നമ്മളിപ്പം കയറി വന്ന് ഇതാ ഗുഹയുടെ നമ്മൾ ആ എൻട്രൻസ് ഏരിയയിൽ എത്തുമ്പോഴുള്ള സമയം ഏകദേശം 6 മണിയാവുന്നു. ഏകദേശം ഈ 1 മണിക്കൂർ 40 മിനിറ്റ് ഞങ്ങളിവിടെ ചിലവഴിച്ചു. ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരും, ഇന്നൊരു ഫ്രൈഡേ മോർണിംഗ് ആണ്, പക്ഷെ ഞങ്ങളല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. ശരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, വീഡിയോ എടുക്കാൻ പറ്റി. ശരിക്കും ഇതിനകത്തോട്ട് നന്നായിട്ട് ആരും ഇല്ലാതെ തന്നെ ഒന്ന് ഇറങ്ങി കാണാനും കയറാനും ഇതിൻ്റെ ചുറ്റുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഒരു വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പ്ലേസാണ് നമുക്ക് ഖത്തറിൽ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന.
എങ്കിൽ ഈ യാത്രയൊക്കെ ഒരു കുറച്ച് അഡ്വഞ്ചറസ് കൂടിയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് ഒരു ഓഫ് റോഡിൽ ഡ്രൈവ് ചെയ്ത് വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. താങ്ക് യു. ഇത് ഞങ്ങൾ മടക്ക യാത്രയിൽ കണ്ട നീണ്ടു കിടക്കുന്ന ഒരു പാടാണ്. കിലോമീറ്ററുകളോളം ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്.